അർജുനും ശ്രീതു ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ അർജുൻ റൂമിലൊക്കെ വന്നിരുന്നപ്പോൾ ശ്രീതു അർജുനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നതാണ് ഫ്രണ്ടിൽ വന്നിരിക്കുക, എല്ലാവരും അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞ് ശ്രീതു വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അർജുനപ്പോൾ പറ്റില്ലായിരുന്നു. അർജുൻ പറഞ്ഞു കാല് വേദനയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എന്നാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറഞ്ഞു എല്ലാവരെയും വിളിക്കുക, അപ്പോൾ എല്ലാവരും വരും അവിടെ വർത്താനം പറയാമെന്നൊക്കെ പറഞ്ഞ് ഇത് കുറേ പ്രാവശ്യം അർജുൻ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ശ്രീതു വന്ന് നിൽക്കുമ്പോൾ അർജുൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് എന്നെ അർജുൻ ഇങ്ങനെ നോക്കണേന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അർജുനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്രീതു പറയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പലതും വിചാരിക്കൂട്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അർജുൻ പറയണ്ട ഓഹോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ നോക്കി നിക്കണേന്നുള്ളത് ഓപ്ഷൻ ബി ഒക്കെ പറയണോന്നൊക്കെ ശ്രീതു വേണ്ടി കളിയാക്കി ചോദിക്കുവാണ്. നോക്കണേ എന്തിനാന്ന് പറ എന്നെ അച്ഛനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ശ്രീതു പറയുമ്പോൾ ജിൻഡോയും അഭിഷേകും അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയില്ല, അവരോടൊക്കെ വർത്താനം കഴിഞ്ഞോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ. അപ്പൊ അർജുൻ തന്നെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രീതു അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ശ്രീതു അവിടെ കുറെ നേരം അർജുന്റെ കൂടെ തന്നെ ഇരുന്നു. പിന്നെ ജാസ്മിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇനി 14 ദിവസമേ ഉള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്, എന്തൊക്കെ പ്രതീക്ഷ വന്നാണ്, എന്തൊക്കെ ഓരോരുത്തരോട് പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഇറങ്ങി കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, അപ്പൊ അത് യൂസ് ചെയ്യുക, ഏതാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീതു അതുപോലെ തന്നെ ജാസ്മിനും സംസാരിക്കുമ്പോൾ അവർ നോമിനേഷനിലുണ്ടല്ലോ അതിനെപ്പറ്റി പറയുമ്പോൾ അപ്പൊ അർജുൻ പറയുന്നുണ്ട് നന്ദന ഔട്ടാവുന്നതാണ് അർജുന് തോന്നുന്നതെന്ന് അർജുൻ പറയുന്നുണ്ട്. അർജുനപ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും നന്ദന ഔട്ടാകുമെന്നുള്ളത്. എന്നാൽ പെങ്ങളൂട്ടി പോകില്ല എന്നും പറഞ്ഞാണ് ആങ്ങളമാരിയിരിക്കുന്നത്. പെങ്ങളൂട്ടി ടോപ്പ് 5 വരുന്നത്. എന്തായാലും നന്ദന നാളെ ഔട്ടാവുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഏറ്റവും കുറവോട്ട് നന്ദനയ്ക്ക് തന്നെയാണ്. അർജുനും ശ്രീതുമായിട്ടാണ് ഇപ്പൊ നന്ദന ഏറ്റവും കൂടുതൽ കലിപ്പ വീട്ടില്. എല്ലാത്തിലും ഭയങ്കര ഓവറായിട്ടുള്ള ഒരാൾ തന്നെയാണ് നന്ദന. അപ്പൊ അർജുൻ പറഞ്ഞ പോലെ തന്നെ നാളെ നന്ദന തന്നെ എന്തായാലും പുറത്താകും. നാളെ ആര് പുറത്താക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?